നമ്മുടെ പാർട്ടി ഓഫീസിലങ്ങ് ഒരു ബാലറ്റും തുറന്ന് നോക്കിയിട്ടില്ല. ഞാൻ കള്ളവോട്ട് ചെയ്തിട്ടില്ല, ആരും കള്ളവോട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാനൊരു പോസ്റ്റൽ ബാലറ്റും തുറന്ന് നോക്കിയിട്ടില്ല. കേട്ടല്ലോ, രാഷ്ട്രീയമായി യോജിപ്പോടുകൂടി സംഘടനാപരമായ പല പ്രശ്നങ്ങളുണ്ട്, അത് സ്വാഭാവികമാണ്. അതൊക്കെ അവിടെ പരിഹരിച്ചാൽ മതി. ശക്തമായ തലത്തിൽ മുന്നോട്ട് വന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഉറപ്പായിട്ടങ്ങ് വരും. ഞാൻ നാമം ജപിച്ചടൊന്നും വരില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഓരോ പ്രവർത്തനത്തിനും മൈനസും പ്ലസ് പോയിന്റും എടുക്കണം. അതാണ് പറയാനുള്ളത്. ഇവിടെ സ്വാഗത പ്രത്യക്ഷമാണ്. ഇന്നൊരു പ്രത്യേക തരത്തിലുള്ള ദിവസമാണ് പറഞ്ഞു. ഞാൻ ശ്രദ്ധിക്കാൻ എന്താണെന്ന് മനസ്സിലായില്ല. അധ്യക്ഷമാണ് തോന്നല്ലേ? ഓട്ടമുണ്ടല്ലോ അല്ല ആയിക്കോട്ടെ, പറഞ്ഞത് തെറ്റൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. കാര്യങ്ങൾ എല്ലാവർക്കും ഒരേ സമയം ഒരുപോലെ മനസ്സിലാക്കാനുള്ള സംവിധാനമില്ല. നമ്മൾ പറയുന്ന മാധ്യമങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുള്ളൂ. അത് ആദ്യം അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിസ്റ്റുകാർ അറിഞ്ഞിരിക്കണം. പത്രം വായിച്ചൊന്നും അഭിപ്രായം രൂപീകരിക്കരുത്. നമ്മൾ പറയുന്നത് അവർ പൂർണ്ണമായി കൊടുക്കില്ല. അവർക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കും. അതിന് വിവാദങ്ങൾ പാടില്ല. വിവാദമില്ലാതെ അങ്ങനെ നാട് മുന്നോട്ട് പോകുന്നത്. വിവാദങ്ങൾ പാടില്ല. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഡിബേറ്റ്സ് എന്നൊരു വാക്കുണ്ട്. അതാ വിവാദം. വാദം മാത്രമല്ല, വിവാദം. അതായത് നിങ്ങൾ അംഗീകരിക്കാത്ത ചില കാര്യം പറയുമ്പോഴാണ് നിങ്ങൾ വിവാദം എന്ന് പറയുന്നത്. വാദപ്രതിവാദങ്ങൾ കൂടിയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. വ്യത്യസ്ത വർഗങ്ങളുള്ളപ്പോൾ വ്യത്യസ്ത വീക്ഷണങ്ങളും വരും. വ്യത്യസ്ത വർഗങ്ങളുണ്ടല്ലോ. മുതലാളിമാരും തൊഴിലാളികളും ഇല്ലേ? ഉണ്ടല്ലോ. ഇവിടെ സമ്പന്നന്മാരും ദരിദ്രരുമില്ലേ? അപ്പോൾ വ്യത്യാസങ്ങൾ വരും. ഒന്നുമില്ലാത്തവന്റെ ശബ്ദം കുറച്ച് കർക്കശമായിരിക്കും. അതിന് ചിലപ്പോൾ അത്ര വലിയ സംസ്കൃതമായ ഭാഷയൊന്നും വന്നൊന്നുമല്ല ചില സമയത്തിന്. അപ്പൊ നമ്മൾ നല്ല ഭാഷ സംസാരിക്കുന്നത് വിദ്യാഭ്യാസക്കാരും. ഇത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് രാഷ്ട്രീയ ബോധം, പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇതിനെ ഒരു എൻജിഒമാർ ഇതുപോലെ നിങ്ങളെപ്പോലെ അവരുടെ ആദ്യകാല സംഘാടകരുടെ വലിയ സമ്മേളനം 150 പേരുണ്ട്. 100-300 ആദ്യകാല സംഘാടകർ, 200 പുതിയ എൻജിഒമാർ. അവിടെ സംസാരിക്കുമ്പോൾ സ്റ്റേജിലുള്ള ഒരു പഴയ നേതാവിനോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് ഇലക്ഷന് വേണ്ടിയുള്ളവരേ ഉള്ളൂ. പോസ്റ്റൽ ബാലറ്റ് അല്ലാത്തവർ നേരിട്ട് വരും. അവരെ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തിരിക്കുന്നത്. ചിലത് എന്താണ് അതൊന്ന് പറഞ്ഞേക്കണമെന്ന് പറയുന്നത്. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ദേശം ഭാവനയും കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി ഓഫീസിലങ്ങ് ഒരു ബാലറ്റും തുറന്ന് നോക്കിയിട്ടില്ല. ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല. ഞാൻ അതിനൊന്നും പങ്കെടുത്തിട്ടില്ല. ഞാൻ ഇന്നവരെ കള്ളവോട്ട് ചെയ്തിട്ടുമില്ല. ഞാൻ 20 വർഷം MLA ആയി ഒരിക്കൽ പോലും കള്ളവോട്ട് ചെയ്യാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല. അതിന് 10,000 രൂപ വേണം. ആ കോളനി കൊടുക്കാൻ ഞാൻ 10 പൈസ കൊടുക്കില്ല. അതിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ല? അപ്പൊ ഇല്ലാത്ത ഒരു കാര്യം, അസംഭാവ്യമായ ഒരു കാര്യം ചിലടങ്ങളിൽ ചെയ്യുന്നുകൊണ്ട് പ്രചാരവേള നടക്കുന്നത് കൊണ്ട് അവർക്കൊരു ജാഗ്രത കൊടുക്കാൻ ചെറിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നുണ്ട് എന്നൊരു തോന്നൽ വരുത്താൻ വേണ്ടി പറഞ്ഞു പോയതാണ്. നമ്മുടെ മാധ്യമങ്ങളെ കൊണ്ട് എടുത്തിട്ട് നമുക്ക് വേറെ വാർത്തയൊന്നുമില്ല. അത്രയേ ഉള്ളൂ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരെ കുറ്റപ്പെടുത്തുകയില്ല. മനസ്സിലായി? അത്രയേ ഉള്ളൂ. അതന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ പറയും. ഉദ്യോഗസ്ഥൻ വന്നാലും ഞാൻ പറയുകയും ചെയ്തു, ഇതാണ് സംഭവം. അങ്ങനൊരു സംഭവമില്ല. ഞങ്ങൾ ഒരു പാർട്ടി ഓഫീസിൽ ഞങ്ങളുടെ ബാലറ്റൊന്നും തിരുത്താനില്ല. പോസ്റ്റൽ ബാലറ്റിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോസ്റ്റ് അയക്കുന്നത്. പോസ്റ്റൽ അയച്ച് കിട്ടുമ്പോൾ വീട്ടിലത് വാങ്ങുമ്പോൾ ആ ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വീട്ടിലുള്ള വേറെ ആൾ വാങ്ങി പൊട്ടിച്ച് നോക്കും. അപ്പോൾ അതിനകത്തൊന്നുമില്ല, ബ്ലാങ്ക്, അതവിടെ വെച്ചേക്കും. പിന്നെ അദ്ദേഹം വന്ന് വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കാണും വോട്ട്. വീട്ടുകാരുടെ നീ ആർക്കാണ് വോട്ട് ചെയ്ത്, നീ ആർക്കാണ് മോനെ വോട്ട്, ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഇതാർക്കാണെന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യും. എല്ലാവരും കാണും. നമ്മൾ സാധാരണ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്യുമ്പോഴുള്ള ആ സീക്രസി ഇല്ല ഇതിനകത്ത്. ആ വീട്ടുകാരെന്തായാലും അറിയും. അല്ല, അതിനാണല്ലോ ഇത് പോസ്റ്റർ അയക്കുന്നത്. ചില സംഘടനയുടെ ഭാരവാഹികൾ തന്നെ കലക്ട് ചെയ്യും. മനസ്സിലായില്ലേ?
അപ്പം നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയി ചെയ്യുന്ന വോട്ടിന്റെ സീക്രസി ഇതിന് വരുന്നില്ല. ഇവിടെ ഈ പോസ്റ്റൽ ബാലറ്റ് സീക്രസി ഉണ്ട്. നേരിട്ട് അയക്കുന്നവരുണ്ട്, അവർ സീക്രട്ട് അയച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. ഇത് ഓരോരുത്തർ വാങ്ങിച്ച് കളക്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവന്നൊരു പെട്ടിയിലിട്ട് അതിനിടയ്ക്ക് അവർ പരിശോധിക്കുന്നില്ല. നമുക്ക് അങ്ങനെ അറിയാം. ഇത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ്, ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഷുക്കൂർ സാഹിബ് എന്ന് പറയുന്നത് കേട്ടു, ഇത് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. കോൺഗ്രസ്സുകാർ കളക്ട് ചെയ്യാറുണ്ട്, കോൺഗ്രസ്സുകാരൊന്നും കളക്ട് ചെയ്യാറുണ്ട്, BJP കളക്ട് ചെയ്യുന്നില്ല, നമ്മൾ കാണുന്നുള്ള കളക്ട് ചെയ്യുന്നത്. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ കള്ളവോട്ട് ചെയ്തിട്ടില്ല, ആരും കള്ളവോട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാനൊരു പോസ്റ്റർ ബാലറ്റ് ഉണ്ടോ നോക്കിയിട്ടില്ല, കേട്ടല്ലോ. ഞാൻ ആരുടെ തിരുത്തിയിട്ടില്ല. ഞാൻ തിരുത്തിയാൽ ബാലറ്റ് തന്നെ നഷ്ടപ്പെടും. കാരണം ഇത് അക്ഷരം പറഞ്ഞ പ്രശ്നം. കാരണം ഞാൻ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി എഴുതി ഞാൻ വീണ്ടും. കാരണം അങ്ങനെ എന്റെ കൈയക്ഷരം നോക്കി അറിയാം, ഒന്നും വായിക്കാനൊക്കത്തില്ല ആർക്കും. ഞാനത് വോട്ടൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ എന്താ ഇന്ത്യയോ ടിക്കോ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യുന്നത്. കാരണം അത് അസാധുവാൻ പാടില്ല. അപ്പൊ ഇത്രയൊക്കെയുള്ള കാര്യം. അതുകൊണ്ട് പ്രത്യേക ദിവസം എന്ന് പറഞ്ഞ് ഇതിനെപ്പറ്റിയാണോന്ന് എനിക്കറിയില്ല. മനസ്സിലായി, ഇത് ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അത് കൂടുതൽ പറയണേ. ഞാൻ അവസാനിപ്പിക്കുന്നു.